ഗൈസ് ഇന്ന് നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു സ്റ്റണ്ട് റേസ് ഒക്കെ നടക്കുകയാണ്. ഇത് ഞാൻ കേട്ട ഭയങ്കര പാട്ടുള്ള സ്റ്റണ്ട് റേസ് ആണെന്നാണ് ഞാൻ കേട്ടത്. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് നല്ല മേലക്കാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ദൂരമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, സ്റ്റണ്ട് റേസ് അങ്ങ് കളിക്കുക. ഇത് കണ്ടില്ലേ, നമുക്ക് നന്നായി മേലോട്ടാണ് പോവേണ്ടത്. ഇത് വല്ല റാമ്പ് പോലെയാണ്, കണ്ടില്ലേ, നന്നായി മേലോട്ട് വേണം. ഇത് പിന്നെ ഭയങ്കര കഷ്ടമാണ്. അതിൽ ഞാനൊന്ന് കളിച്ച് നോക്കട്ടെ കേട്ടോ. ഇത് കഷ്ടമാണ് ഇല്ലാന്ന് അപ്പം അറിയാം. ഗൈസ് ഇവിടെ എന്തോ സ്പിന്നർ വിൻഡ് കടന്ന് തിരിയുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കണില്ല. ഞാൻ അടുത്തത് ഇവിടെ പോവാം. ഗൈസ് ഞാനങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഇതാ ക്രോസ് ചെയ്യുന്ന പോസ്റ്ററൊക്കെ വെച്ചിരിക്കണം, എന്താണെന്ന് അറിയില്ല. ഇനി ഗൈസ് ഇവിടെ 10-15 സ്പിന്നർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല ഗൈസ്, 10-15 ഇല്ല, ആകെ 3 ഉള്ളൂ. എന്നിട്ട് അവിടെ ഒരു ഇതുണ്ട്. ഈ കണ്ടെയ്നർ കടന്ന് എന്തിനാ തിരിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് നല്ല ബാക്ക് എടുക്കാം. ബാക്കൊന്നും എടുക്കണം, നമുക്ക് ഇവിടെ തന്നെ നിന്നിട്ട് അതിൻ്റെ മേലെ ഒറ്റ ചാട്ടം. ഗൈസ് നമ്മളങ്ങനെ ചാടി, ഇതിനടുത്ത് ഇവിടേക്കും ചാടാം. എന്തത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ടൈൽസ് ചേരിച്ച് വെച്ച് പോകാൻ ഇത്തിരി പാടായിരിക്കും കേട്ടോ ഗൈസ്. ഇവിടെ ഞാൻ മിക്കവാറും കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ കുടുങ്ങി തോന്നുന്നു. ഗൈസ് ഞാനൊന്ന് കുടുങ്ങുമോ? ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് ഇതാക്കുന്നു. ആ ഗൈസ് നമ്മളിങ്ങനെ അതും കൂടെ കടന്നിട്ടുണ്ട്. ഇത് മറ്റേ വിൻഡ് താരക്ക് ഇങ്ങനെ ആക്കി വെച്ചതായിരിക്കും. അപ്പം നിങ്ങൾ തിരിയുമല്ലോ ഗൈസ്. വിൻഡ് കാരണം ഞാനേ തിരിയാൻ തുടങ്ങി. എന്താണെന്ന് അറിയില്ല, എൻ്റെ ബൈക്കിൽ തട്ടി. ഈ ബൈക്ക് പിന്നെ കവസാക്കി സെഡസ്റ്റെന്നാറാണ്. അയ്യോ ഇതെന്താ പറ്റിയത്? ഞാനത് ഇവിടെ നമുക്ക് കളിക്കണം. ഇവിടെ ചാടാനാണെന്ന് തോന്നുന്നത് കേട്ടോ. ഞാൻ ചാടാനാണെന്ന് അധികം കൂടെ നോക്കട്ടെ. ഇത് ഗൈസ് ചാടാനാണ്. ഇത് കണ്ടില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്ക് എടുക്കാം. നമുക്ക് ബാക്കിൽ നോക്കി ബാക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇത്രയ്ക്ക് മതിയാവുമെന്ന് വിചാരിക്കുന്നു. വേണ്ട നമുക്ക് ലാസ്റ്റ് നിന്ന് ഇവിടെ നിന്ന് ചാടാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മളങ്ങനെ അവിടെ ചാടിയിട്ടുണ്ട്. ഇത് വീണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഗൈസ് തിരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വലിയ കുഴപ്പമില്ല. അയ്യോ ഗൈസ്, ഇവിടെ താഴെ വീണാൽ നമ്മൾ ഉറപ്പായിട്ടും ചാവും കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം കളിക്കാൻ. പിന്നെ ഗൈസ് ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ പോവില്ലേ, ഇത് പോയോ? ഇനി ഏടില്ല, പോവില്ല. ഇത് ഗൈസ് ഇതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകേണ്ടത്. ഇവിടെ ഗ്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് സാരിക്കാം, നമുക്ക് സിമ്പിളായി കിടക്കാം. ഇവിടെ ചാടാനാണ് തോന്നുന്നത്. നമുക്ക് ഭയങ്കര സ്പീഡിൽ പോയി ചാടാം. നമുക്ക് ആദ്യം തന്നെ വെറുതെ ചാടാൻ പോയിട്ടില്ല, ഞാൻ ബാക്ക് എടുത്തിട്ട് ചാടുള്ളൂ. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ചാടാം അങ്ങനെ. ഓക്കെ, ഇത്ര ബാക്ക് മതിയാവോ? ഇത്ര മതിയാവും. ഓക്കെ വേഗം ചാടാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഗൈസ് അങ്ങനെ നമ്മളിവിടെ ചാടിയിട്ടുണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഫിനിഷിംഗ് ലൈന്. അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് വിന്നറിനായിരിക്കുമോ? കഴിഞ്ഞ തവണ ഒരു സ്റ്റണ്ട് റേസ് ഉണ്ടായിരുന്നു, എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഗൈസ് ഇതിനടുത്ത് അവനായിരിക്കും കളിക്കുന്നത്. നമുക്ക് വേഗം പോവാം. ഗൈസ് അങ്ങനെ ഇപ്പോൾ ഞാനവിടെ സ്റ്റണ്ട് റേസ് കളിക്കണം കേട്ടാ. ഞാൻ എന്തായാലും അവനെ തോൽപ്പിക്കും കേട്ടാ. ഗൈസ് അവൻ്റെ ബൈക്കും എൻ്റെ ബൈക്കും ഒരേ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ബൈക്ക് എന്ന് പറയുന്നത് ZX-10R കവാസാക്കിയുടെ. നമുക്ക് കാര്യം ചെയ്യാം, നേരെ ഇതങ്ങ് ചാടാം ഗൈസ്. എടാ നീ മിക്കവാറും തോൽക്കോടാ, ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇവൻ തോൽക്കുന്ന തോന്നുന്നത്. ഡാ നീ ആദ്യം അവിടെ ഉണ്ടായിരുന്നോ? ഞാനൊക്കെ സ്റ്റണ്ട് റേസ് ജയിക്കാം, നീ വേണമെങ്കിൽ കണ്ടോ. ഞാൻ നിന്നെ തോൽപ്പിച്ചേ പൊട്ടേ കാര്യമുള്ളൂ, കണ്ടോ നീ വേണമെങ്കിൽ. ഗൈസ് അവൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അയ്യോ എനിക്ക് കൺട്രോൾ കിട്ടില്ല, ഏറ്റവും അമ്മച്ചേ വീണ. ഗൈസ് വീണിട്ടില്ല തോന്നുന്നു. ഗൈസ് ഞാൻ ആക്സിലേറ്റർ കൊടുക്കണ്ടല്ലോ, ഉണ്ടെന്താ ഗൈസ് വണ്ടി ഫ്രണ്ടിക്ക് വരാത്തത്? ഗൈസ് എൻ്റെ വണ്ടി ഇവിടെ പെട്ടു എന്നാണ് തോന്നുന്നു കേട്ടോ. പക്ഷേ
എൻ്റെ ആകുള്ള വണ്ടിയായിരുന്നു ഇത്. ഇവിടെ പെട്ടു. നമുക്ക് താഴെ വീണ മുമ്പേ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വയ്ക്കാം. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ പെട്ടു ഗൈസ്. ഇനി ഒരു വഴിയുമില്ല, വേറെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക ഗൈസ്. പക്ഷേ നമ്മൾ ഈ സ്റ്റണ്ട് റേസിൽ തോറ്റു ഗൈസ്. ഇനിയിപ്പോൾ എന്താണ് ഗൈസ് ചെയ്യാൻ? എൻ്റെ ആകുള്ള ബൈക്ക് ഇവിടെ പെട്ടു ഗൈസ്, കണ്ടില്ലേ? പക്ഷേ നമ്മൾ ഈ സ്റ്റണ്ട് റേസിൽ തോറ്റു കേട്ടോ. 7 അങ്ങനെ തോറ്റു ഗൈസ്. ഈ സ്റ്റണ്ട് റേസ് ഇപ്പോൾ ഞാൻ ജയിച്ചപ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. ഒരു ഹെലികോപ്റ്റർ, പിന്നെ 2 ജെറ്റ് പാക്ക്. ഇതാണല്ലേ, ഇത് എല്ലാം ഏർപ്പെടുത്തുന്നതാണ് ഗൈസ്. ഇതെല്ലാം എൻ്റെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.